നമസ്കാരം, എൻ്റെ പേര് വീരേഷ് വിജയ്. എനിക്കിപ്പം 24 വയസ്സായി. ഞാനിവിടെ വയറുവേദനയായിട്ടാണ് വരുന്നത്. ആദ്യമായിട്ട് 12 വയസ്സിൽ എനിക്ക് തുടങ്ങിയ വയറുവേദനയാണ്. അപ്പം 12 വയസ്സിൽ തുടങ്ങിയിട്ട് 5 വർഷത്തോളം നമ്മൾ ഓരോ കൺസൾട്ടൻറ്റ് ഫിസീഷ്യൻസിനെ ഓരോരുത്തർ കാണിച്ചുകൊണ്ടിരുന്നു. ഒരിടത്തും ഒന്നും ആവാത്തത് കൊണ്ട് നമ്മളിവിടുത്തെ ഒരു ഫിസീഷ്യനെ കൊണ്ട് കാണിച്ചു SK ഹോസ്പിറ്റലിൽ. അപ്പം ഈ റെക്കോർഡ്സൊക്കെ കണ്ടിട്ട് സാറ് തന്നെയാണ് പറഞ്ഞത് നമ്മുടെ ഇവിടുത്തെ മെഡിക്കൽ ഗാസ്ട്രോ നിഹാർ ഡോക്ടറിനെ കാണിക്കാൻ പറഞ്ഞു. അപ്പം അത് കാണിക്കാൻ എന്ന് വേണ്ടിയിട്ട് നമ്മളെ ഇവിടെ അഡ്മിറ്റ് ചെയ്തു. നിഹാർ ഡോക്ടറിൻ്റെ പറഞ്ഞു വിട്ടു. അപ്പം സാറ് ഒരു CT സ്കാനിന് പറഞ്ഞു. അബ്ഡോമിനൽ CT സ്കാൻ എടുക്കാൻ പറഞ്ഞു. അപ്പം സാറ് എടുത്ത CT സ്കാനിൽ ആണ് മനസ്സിലായത് ഈ അസുഖം 17 വയസ്സിലാണ് എന്നെ ഈ അസുഖം കണ്ടുപിടിക്കുന്നത്. അപ്പം അത്രത്തോളം ഞാൻ അത്രയും കാലം ഓടി. അവസാനം 13 സെൻറ്റിമീറ്ററോളം ഈ അസുഖം സ്പ്രെഡായിരുന്നു സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ. അപ്പം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അപ്പം ഒരു ഇഞ്ചക്ഷൻ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, ബട്ട് കോസ്റ്റ്ലി ആണെന്ന് പറഞ്ഞു അന്ന് സാറ്. അപ്പം അത് കോസ്റ്റ്ലി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫൈനാൻഷ്യൽ കണ്ടീഷൻസ് അന്ന് ശരിയല്ലാത്തത് കൊണ്ടും നമ്മളതിനെ ഒരു സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടിയിട്ട് വേറൊരു ആശുപത്രിയിൽ പോയപ്പം അവിടെ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല, സ്റ്റെറോയിഡ്സ് കൊണ്ട് മാറാനുള്ള ഒരു അസുഖമാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് കണ്ടിന്യൂ ചെയ്യണം. അത് കോസ്റ്റ് കുറവായതുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്തു. 2.5 വർഷത്തോളം സ്റ്റെറോയിഡ് ട്രീറ്റ്മെൻറ്റിലായിരുന്നു. 40 mg നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് ഡോസേജ് കുറഞ്ഞ് 5 mg വരെ ആയി 2.5 വർഷം കൊണ്ട്. അവസാനം ഡിസംബർ 26, 2023 സിവിയർ പെയിന് വന്നിട്ട് എനിക്ക് 100 പോലും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ആയി. വളരെ സീരിയസ് ആയിപ്പോയി. അപ്പം എന്നെ അടുത്തുള്ള SK ആശുപത്രി ആയതുകൊണ്ട് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നു എന്നെ. അപ്പം ഇവിടെ കൊണ്ടുവന്നപ്പം കാഷ്വാലിറ്റിയിൽ വച്ചിട്ട് പറഞ്ഞപ്പോൾ ഒരു CT സ്കാൻ എടുക്കാൻ പറഞ്ഞു. CT സ്കാൻ എടുത്തപ്പോഴാണ് മനസ്സിലായത് ഇൻറ്റേർണലി ലീക്കേജൊക്കെ ആയിട്ട് സംഭവം ആകെ ഡാർക്കാണ്. അപ്പം അത്ര കുഴപ്പങ്ങളായി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഹോസ്പിറ്റലുകാർ തന്നെയാണ് ബൈജു സേനാധിപൻ സാറിൻ്റെ അണ്ടറിൽ അഡ്മിറ്റാക്കി. അന്ന് രാത്രി തന്നെ അന്ന് ബൈജു സേനാധിപൻ സാറ് അടുത്ത ദിവസം ദേവദൂതനായി വന്നു എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. എന്തുകൊണ്ടും കടപ്പെട്ടിരിക്കുകയാണ് ഞാൻ സാറിൻ്റെ ആ ഒരു സഹായം. സാറിൻ്റെ സ്വഭാവവും നല്ല സ്വഭാവമാണ്. ഇത് സ്വന്തം മോനെ പോലെയൊക്കെയാണ് ട്രീറ്റ് ചെയ്തിരുന്നത്. അത്ര നല്ല സ്വഭാവമുള്ള വ്യക്തിയാണ്. പിന്നെ ഇവിടുത്തെ സ്റ്റാഫ്സ് കാര്യം പറയേണ്ട, അത് വലിയ ഹെൽപ്പാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ അകത്തായിരുന്ന സമയത്തൊക്കെ അമ്മയ്ക്കും അച്ഛനൊക്കെ നല്ല ഹെൽപ്പായി ഇവിടുത്തെ സ്റ്റാഫ്സ്. അപ്പം എല്ലാവർക്കും നന്ദിയുണ്ട്. ഇപ്പം ബൈജു സാറിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ അണ്ടറിലാണ് ഞാൻ ഇപ്പോഴും. ആ ട്രീറ്റ്മെൻറ്റ്, ആ ഇഞ്ചക്ഷൻ ട്രീറ്റ്മെൻറ്റിൻ്റെ അത് ഇപ്പോൾ എടുക്കുകയാണ്. മെഡിക്കൽ ഗാസ്ട്രോ, ഇന്നത്തെ മെഡിക്കൽ ഗാസ്ട്രോ വിജയനാരായണൻ സാറിൻ്റെ ഹെൽപ്പോടു കൂടെയാണ് ആ ഇഞ്ചക്ഷൻ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ എടുക്കുന്നത്. കഴിഞ്ഞ ഈ ട്രീറ്റ്മെൻറ്റിന് 3 മാസം ഇവിടെ ഉണ്ടായിരുന്നു, മറ്റേ സർജറി ടൈമിലൊക്കെ. അപ്പം 3 മാസം കഴിഞ്ഞിട്ട് ഒരു ബർത്ത്ഡേയുടെ വിഷ്വൽ ഞാൻ കാണിച്ചു തരാം. അത് സംഭവം ബർത്ത്ഡേക്ക് ഒരു ദിവസം മുമ്പാണ് ഞാൻ ഡിസ്ചാർജായി വീട്ടിൽ വന്നത്. അന്ന് എനിക്ക് ഒരു റിയാക്ഷൻ പോലും പറഞ്ഞില്ലായിരുന്നു എൻ്റെ മുഖത്ത്. അത്ര ഒരു ഡാർക്ക് സിറ്റുവേഷൻ ആയിരുന്നു അന്ന്. അതിൽ നിന്നാണ് ഇന്ന് ഈ ഇരിക്കുന്ന ഞാൻ വരെ എത്തിയത്. അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥനയും അവരുടെ ഹാർഡ് വർക്കും, ബൈജു സാർ, എസ്പെഷ്യലി ബൈജു സാറ് അദ്ദേഹത്തിൻ്റെ സ്വന്തം റിസ്കിലാണ് ഇതെല്ലാം സെറ്റ് ചെയ്തത്. അപ്പം സാറിനും നന്ദിയുണ്ട്, സാറിൻ്റെ ടീമിനും നന്ദിയുണ്ട്. ഞാൻ വിനേഷിൻ്റെ അച്ഛനാണ്. അപ്പോൾ നല്ല സീരിയസ് ആയ ഒരു സ്റ്റേജിലാണ് മോനെ കൊണ്ട് ഇവിടെ അഡ്മിറ്റ് ചെയ്ത് ബൈജു സാറ് വന്നു. ബൈജു സാർ എന്തായാലും ദൈവദൂതനെ പോലെ സ്വന്തമായിട്ട് തന്നെ റിസ്ക് എടുത്ത്, ഒരു മനുഷ്യനെടുക്കാവുന്നതിൽ കൂടുതൽ റിസ്ക് എടുത്ത് പുള്ളി തിരിച്ച് മോനെ പഴയതുപോലെ നമ്മളെ കയ്യിൽ തന്നു.
ഇപ്പോഴും സാറിൻ്റെ അണ്ടറിൽ തന്നെയാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. സാറ് പറയണതാണ് ഇപ്പോൾ അനുസരിക്കുന്നത്. അത് കണക്കാക്കിയാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യണത്. നന്ദിയുണ്ട്. സ്റ്റാഫെല്ലാം ഹോസ്പിറ്റലിലെ മൊത്തം സ്റ്റാഫും നമുക്ക് വളരെ അനുകൂലമായിട്ടും വളരെ സ്നേഹത്തോടു കൂടി ഞങ്ങളോട് പെരുമാറി. അതിന് പ്രത്യേകം നന്ദിയുണ്ട്. നമസ്കാരം, ഞാൻ ഡോക്ടർ ബൈജു സേനാധിപൻ, സീനിയർ കൺസൾട്ടൻറ്റ് സർജിക്കൽ ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റ്, SK ഹോസ്പിറ്റൽ ട്രിവാൻഡ്രം. ഇപ്പോൾ കണ്ടത് വീരേഷ്, പഠിക്കാൻ മിടുക്കനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു. ഡിസൈനർ കോഴ്സ്, ഡിഗ്രി കോഴ്സ് കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ്. ഒരു ക്രോൺസ് ഡിസീസ് എന്ന് പറയുന്ന അസുഖം പിടിപെട്ടു എന്ന് ബോധ്യമായത്. ശരിക്കും പറഞ്ഞാൽ ക്രോൺസ് ഡിസീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്രോമസോമിൽ ഉണ്ടാകുന്ന ചില വ്യത്യാസങ്ങൾ കൊണ്ടിട്ടുണ്ടാകുന്ന ഒരു അസുഖമാണ്. ശരിക്കും നമ്മുടെ സ്വഭാവശീലം കൊണ്ടുണ്ടാകുന്ന ഒരു അസുഖമല്ല. ക്രോൺസ് ഡിസീസിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ചെറുകുടൽ കൂടുതൽ ബാധിക്കുന്ന ചെറുകുടൽ പല പല ഏരിയകളിൽ സ്ട്രിക്ചേഴ്സ് ഉണ്ടാകുന്നു എന്നുള്ളൊരു ദോഷമുണ്ട്. സ്ട്രിക്ചേഴ്സ് ഉണ്ടാകും ഒരു തടസ്സമായി മാറുമ്പോൾ അതൊരു പ്രോക്സിമലായിട്ടുള്ള, അതായത് സ്ട്രിക്ചർ ഉണ്ടാകുന്നതിൻ്റെ പ്രോക്സിമലായിട്ടുള്ള ഏരിയ അതിനകത്ത് ഡയലറ്റേഷൻ വരും. അപ്പോൾ അത് തിന്നായി ഒരുപക്ഷെ പൊട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ വേരിയേഷനെ ഞാൻ കാണുന്നത് 2023 ഡിസംബറിലാണെന്ന് തോന്നുന്നു. അന്ന് കാണുമ്പോൾ കാഷ്വാലിറ്റിയിൽ മൃതപ്രായനായി പെർഫറേറ്റ്, അതായത് ഈ തിന്നാവുന്ന ഇൻഡസ്റ്റൈൻ ബെസ്റ്റായിട്ട് ഈ നമ്മൾ കഴിച്ച ആഹാരത്തിൻ്റെ അവശിഷ്ടങ്ങളും മോഷൻ്റെ ഭാഗമെല്ലാം വയറ്റിനകത്ത് തന്നെ കിടന്ന് സെപ്റ്റിക്കായിട്ടാണ് അദ്ദേഹം കാഷ്വാലിറ്റി കൊണ്ടുവരുന്നത്. നമ്മൾ എമർജൻസി ആയിട്ട് ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യത്തെപ്പറ്റി അവരുടെ പേരൻസുമായിട്ട് ഡിസ്കസ് ചെയ്യുകയും അങ്ങനെ എമർജൻസി ആയിട്ട്, അപ്പോൾ നമുക്ക് ഉറപ്പില്ല, കാരണം അത്രയും സെപ്സിസ് ഉണ്ട്. സെപ്സിസ് എന്ന് പറഞ്ഞാൽ അണുബാധയുണ്ട്. ആ അണുബാധയിൽ നിന്നും അദ്ദേഹം തരണം ചെയ്യുമെന്ന് നമുക്ക് ഒറ്റ ഉറപ്പുമില്ല. പക്ഷേ നമുക്ക് ജീവിക്കാനുള്ള 1% സാധ്യതയെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പോളിസി. അങ്ങനെ നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് നോക്കിയപ്പോൾ അതിൻ്റെ 2-3 ഭാഗങ്ങളിലായിട്ട് ഈ പെർഫറേഷൻ സംഭവിച്ചിരിക്കുന്നു. പെർഫറേഷൻ എന്ന് പറഞ്ഞാൽ പൊട്ടി കുടലിൽ നിന്ന് അവശിഷ്ടങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. പിന്നെ ഈ ക്രോൺസ് ഡിസീസ് കാരണം പല ഏരിയാസുകളിലും സ്ട്രിക്ചേഴ്സും അതിൻ്റെ ഈ ചെറുകുടലിൻ്റെ ഭിത്തിക്ക് വ്യതിയാനങ്ങളും സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ പെർഫറേഷൻ ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു തമ്മിൽ കൂട്ടിവയ്പ്പിക്കുന്ന ഒരു ഓപ്പറേഷൻ സാധാരണ ചെയ്യാറില്ല. തമ്മിൽ കൂട്ടിവയ്പ്പിക്കുന്ന ഓപ്പറേഷൻ ചെയ്യുന്നതിന് 2 പരിമിതികളുണ്ട്. ഒന്ന്, ഇൻഫെക്ഷൻ ഉള്ളപ്പോൾ അത് ഹീൽ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. 2, നമ്മൾ ഈ ചെറുകുടലിൻ്റെ കൂട്ടിവയ്പ്പിക്കുന്ന ഭാഗത്തും ഈ പ്രയാസങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയുള്ള സേഫ് ഏരിയ വളരെ ചുരുക്കമാണ്. ഇദ്ദേഹത്തിന് നമ്മൾ ഈ ഓപ്പറേഷൻ ചെയ്ത് ഈ അഴുക്കുകളും കാര്യങ്ങളും എല്ലാം മാറ്റിയതിന് ശേഷം ഒരു സ്റ്റോമ വെച്ച് അത് ക്ലോസ് ചെയ്യാണ് ഉണ്ടായത്. പക്ഷേ ഓപ്പറേഷൻ ശേഷം ഒരാഴ്ചയ്ക്കുള്ളിൽ നമ്മൾ ഹീൽ ചെയ്ത് എല്ലാം റെഡിയായി പോകുമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ അത് വീണ്ടും അകത്തുനിന്ന് പെർഫറേഷൻ ഉണ്ടായി. അപ്പം എമർജൻസി ആയിട്ട് വീണ്ടും ഓപ്പറേറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം സെപ്സിസിൻ്റെ പുറത്ത് വീണ്ടും സെപ്സിസായി. അപ്പോൾ ഓപ്പറേറ്റ് ചെയ്തപ്പോൾ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒന്നാമത് നേരത്തെ ഒരു ഓപ്പറേഷൻ ചെയ്തതിൻ്റെ ചേഞ്ചസ് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. 2, കുറച്ചുകൂടെ അധികം ഏരിയയിൽ ഈ ഇൻവോൾവ്മെൻറ്റ് വന്നിരിക്കുന്നു. ഈ ക്രോൺസ് ഡിസീസിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ കുടൽ മുറിച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. കൂട്ടി യോജിക്കുന്ന ഭാഗത്ത് വീണ്ടും ക്രോൺസ് ഉണ്ടായിട്ട് അവിടെയും പ്രയാസം ഉണ്ടാകും. അപ്പോൾ മാക്സിമം മുറിക്കാതെ നോക്കുക, മാക്സിമം കുടൽ കളയാതെ നോക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ. അപ്പോൾ ആദ്യത്തെ സർജറി ആണ്ട് 15 സെൻറ്റിമീറ്ററോളം കുടലാണ്, ചെറുകുടലാണ് എടുത്ത് മാറ്റിയത്. പക്ഷേ 2ാമത്തെ സർജറി ചെയ്യുമ്പോൾ വീണ്ടും മാറ്റേണ്ടി വരുന്നു. അപ്പോൾ വീണ്ടും മാറ്റേണ്ടി വരുന്ന ഒരവസ്ഥയെന്ന് പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ടാണ്, ക്രിട്ടിക്കൽ. കാരണം ഇൻഡസ്ട്രീൻ തന്നെ കുറഞ്ഞു വന്നും നമ്മൾ ദഹനപ്രക്രിയ ഒന്നും നടക്കാത്തൊരവസ്ഥ വരും. അതുകൊണ്ട് നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ആരും അങ്ങനെ ഒരു പരീക്ഷണം നടത്തിയിട്ടുണ്ടാവില്ല.
ഈ ഇനിയുള്ള ഭാഗത്തിൻ്റെ ഈ കേടായ ഭാഗം കൂടെ മുറിച്ച് മാറ്റിയതിന് ശേഷം 2 ഭാഗവും പുറത്ത് കൊണ്ടുവന്നു. പുറത്ത് കൊണ്ടുവന്നതിന് ശേഷം അകത്തുള്ള ഒരു ഹെൽത്തി ഏരിയ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചു. എന്ന് വെച്ചാൽ നമുക്ക് കാലാന്തരേണ ആ കേടായ സാധനം എപ്പോഴെങ്കിലും നേരെയായി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളത് അധികം കുടൽ നഷ്ടപ്പെടാതെ തിരിച്ചാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഞാൻ ചെയ്തത്. അപ്പോൾ അത് ചെയ്തതിന് ശേഷം അദ്ദേഹം വെൻറ്റിലേറ്ററിൽ കയറി. വെൻറ്റിലേറ്ററിൽ ഇൻഫെക്ഷൻ അണുബാധ, ഹയർ ആൻറ്റിബയോട്ടിക് കൊടുക്കുക, വിലയുള്ള ആൻറ്റിബയോട്ടിക് കൊടുക്കുക, അങ്ങനെ വളരെ നമുക്ക് ആളിനെ തിരിച്ച് കിട്ടുമോ എന്നുള്ള പ്രയാസമൊക്കെ തോന്നത്തക്ക രീതിയിൽ ആളിൻ്റെ BP താഴുക, അങ്ങനെ വെൻറ്റിലേറ്ററിൽ നിന്ന് കൂടുതൽ സപ്പോർട്ട് വേണ്ടി വരും, അങ്ങനെ പൊയ്ക്കൊണ്ടേയിരുന്നു. പക്ഷേ നമ്മൾ ഇല്ലാത്ത മരുന്നുകളൊക്കെ വരുത്തി കൊടുത്ത് എങ്ങനെയെങ്കിലും അവനെ പുറത്തു കൊണ്ടുവരണമെന്നുള്ള വാശിയോടുകൂടി നമ്മൾ ട്രീറ്റ് ചെയ്തു. ഒരു 9ാമത്തെ ദിവസം വെൻറ്റിലേറ്ററിൽ നിന്ന് ഔട്ടാക്കാൻ പറ്റി. പക്ഷേ ഒരു മാസത്തോളം ICU കിടക്കേണ്ടി വന്നു. എന്നിട്ട് റൂമിലോട്ടാക്കി ചെയ്യുന്ന ഒരു അവൻ്റെ ബർത്ത്ഡേക്ക് ചെയ്യുന്ന ഒരു കേക്ക് കട്ടിങ്ങാണ് ഈ ബാക്ക്ഗ്രൗണ്ട് വീഡിയോയിലുള്ളത്. അപ്പോൾ ഇതായിരുന്നു പുള്ളിയുടെ അവസ്ഥ. ഏകദേശം 35 കിലോ താഴെയായിരുന്നു അന്ന്. 35 കിലോ ഇല്ലായിരുന്നു എൻ്റെ ഓർമ്മ അന്ന് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ന്യൂട്രീഷൻ ബിൽഡ് ചെയ്യാനായിട്ട് ഉള്ള പാരൻ്റൽ ന്യൂട്രീഷനൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് ഒരു പരുവാക്കി അദ്ദേഹത്തെ വീട്ടിൽ വിട്ട് ഏകദേശം 50 കിലോ ആകുമ്പോൾ നമുക്ക് ഈ അതായത് ഈ സ്റ്റോമ വെച്ചിരിക്കുന്ന റിമൂവ് ചെയ്യാമെന്നായിരുന്നു ഞാൻ ഓഫർ ചെയ്തിരുന്നത്. ഏകദേശം 55 കിലോ ആയപ്പോഴത്തേക്ക് അവർ വന്നു. എനിക്ക് തോന്നുന്നു ഒരു 8 മാസത്തിന് മുമ്പാണ് ഈ ലാസ്റ്റ് ഓപ്പറേഷൻ നടത്തിയത്. അതായത് അകത്തുള്ള കണക്ഷൻ ഡിസ്കണക്ട് ചെയ്തിട്ട് ഈ സ്റ്റോമ രണ്ടും കൂടെ കണക്ട് ചെയ്യുന്നു. അത് ഹെൽത്തി ആയി, ആ സമയം കൊണ്ട് ഹെൽത്തി ആയിരുന്നു. അങ്ങനെ 8 മാസത്തിന് മുമ്പ് ഇത് തമ്മിൽ കൂട്ടി യോജിപ്പിക്കുകയും ഇപ്പോൾ സാധാരണ രീതിയിൽ ഭക്ഷണം കഴിച്ച് അവൻ ജീവിക്കുകയും ചെയ്യുന്നു. അതൊരു വലിയ അത്ഭുതമായിരുന്നു നമുക്കെല്ലാം. അദ്ദേഹത്തെ തിരിച്ചു കിട്ടുമെന്നുള്ള വലിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ദൈവം സഹായിച്ചത് അദ്ദേഹത്തെ തിരിച്ചു കിട്ടി.